പല ഭർത്താക്കന്മാർക്കുള്ളൊരു സംശയമാണ്. വീട്ടിൽ ഉമ്മയും ഭാര്യയും അടിയുണ്ടായാല് ഉമ്മയുടെ ഭാഗത്ത് നിൽക്കണോ അതോ ഭാര്യയുടെ ഭാഗത്ത് നിൽക്കണോ എന്നുള്ളത്. അത് ഇസ്ലാമിൽ ഉമ്മക്കും ഭാര്യയ്ക്കും നല്ല മഹത്വം ഉണ്ടല്ലോ. എന്നാൽ ഇസ്ലാമില് ഉമ്മയും ഭാര്യയും തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി എന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം ഉമ്മയെ പറഞ്ഞു, 4ാമത് ഉപ്പയെ പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളിൽ ഉത്തമര് ഭാര്യയെ തൃപ്തിപ്പെടുത്തിയവരാണെന്ന്. ഉം. അതാണ് പറഞ്ഞത്, ഇസ്ലാമില് ഭാര്യ ഉമ്മ തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. ചിലപ്പോ ചില ഭാര്യമാർ ഉമ്മയേക്കാൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കാം. അപ്പോ ഭാര്യയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. ചിലപ്പോ ഉമ്മ ഭാര്യയേക്കാൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കാം. അപ്പൊ ഉമ്മാക്ക് നീതി കിട്ടണമെങ്കിൽ ഉമ്മാന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. അതായത് ഇസ്ലാമിലെ നീതി എവിടെയാണ് അവിടെ നിൽക്കുന്നതാണ് പറയുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, കട്ടത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ ഞാൻ മുറിക്കും എന്നുള്ളത്. അതായത് പ്രശ്നം ഏത് വിഷയത്തിലായാലും നീതി എവിടെയാണോ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അത് പടച്ചോൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് നീതിയുള്ളവരാവുക. വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് നിങ്ങളുടെ സ്വന്തം കാര്യമാവട്ടെ, മാതാപിതാക്കളുടെ കാര്യമാവട്ടെ, കുടുംബക്കാരുടെ കാര്യമാവട്ടെ. ഈ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ. സമ്പന്നരുടെ കാര്യമായാലും പാവപ്പെട്ടവരുടെ കാര്യമായാലും അവരോട് ഏറ്റവും അടുത്തവൻ അള്ളാഹു ആണ്. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. നിങ്ങൾ നീതി പാലിക്കുന്ന കാര്യത്തിൽ ദേഹേച്ഛയെ പിൻപറ്റരുത്.